ഓഹരികളെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? എങ്കിൽ വാ, എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സെബി കമ്പനികളുടെ മൊത്തം മാർക്കറ്റ് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നല്ലേ? ഒന്നാമത്തേത് ലാർജ് ക്യാപിറ്റൽ, രണ്ടാമത്തേത് മിഡ് ക്യാപിറ്റൽ, മൂന്നാമത്തേത് സ്മോൾ ക്യാപിറ്റൽ. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള 1 മുതൽ 100 വരെയുള്ള കമ്പനികളെയാണ് ലാർജ് ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് റിലയൻസ്, HDFC ആൻഡ് TCS. മിഡ് ക്യാപ്പിൽ വരുന്നത് 101 മുതൽ 250 വരെ റാങ്കുകളുള്ള കമ്പനികളാണ് മിഡ് ക്യാപിറ്റലിൽ വരുന്നത്. അതിനുദാഹരണമാണ് അശോക് ലെയ്ലാൻഡ് ആൻഡ് ബജാജ് ഇലക്ട്രിക്കൽസ്. 251 മുകളിൽ റാങ്കുകൾ വരുന്ന എല്ലാ കമ്പനികളും സ്മോൾ ക്യാപ്പിലാണ് വരുന്നത്. ഇനി നമുക്ക് ഈ 3 സെക്ടറിലെയും ഗുണങ്ങളും ദോഷവും നോക്കാം. ലാർജ് ക്യാപിറ്റലിൽ കുറഞ്ഞ അപകട സാധ്യത, സ്ഥിരമായ വരുമാനം, ശക്തമായ അടിസ്ഥാന കാര്യങ്ങൾ, ഇവയാണ് ഇതിന്റെ ഗുണങ്ങൾ. ഇനി ഈ സെക്ടറിലെ ദോഷമാണ്, വളരെ പെട്ടെന്ന് നിങ്ങൾ കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ സാധിക്കുകയില്ല. ഇനി നമ്മൾ മിഡ് ക്യാപ് നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ വളർച്ചാ സാധ്യത ഉണ്ടെങ്കിലും പക്ഷേ ഇതിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ് ഇതിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ സ്മോൾ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പക്ഷേ ഇതിലുള്ള റിസ്ക് എലമെന്റും അതോടൊപ്പം തന്നെ വളരെയേറെയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.